ഹലോ ഗൈസ്, ഇന്ന് സൺഡേ ആയിട്ട് വീട്ടിലിരുന്ന് ഭയങ്കര പോസ്റ്റ് അടിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഞായറാഴ്ച അല്ലേ, ചുമ്മാ റോഡിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങി അടിച്ച് വരാം. അങ്ങനെ ബൈക്ക് എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് വണ്ടിയിൽ എണ്ണ കുറവാണല്ലോ എന്നുള്ള കാര്യം ഓർത്തത്. പിന്നെ അവിടുന്ന് നേരെ എണ്ണ അടിക്കാനായി താഴെ പമ്പിലൊക്കെ പോയി എണ്ണ അടിച്ച് തിരിച്ച് വരുന്ന വഴിയാണ് ഓർത്തത്, അയ്യോ ആദിയുടെ ബർത്ത്ഡേ ആണല്ലോ, അവന് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ആദ്യം ആരാന്ന്. ആദ്യം നമ്മുടെ വീടിനടുത്തുള്ളൊരു കുട്ടിയാണ് കേട്ടോ, കൊച്ചു പയ്യനാണ്. പിന്നീട് അങ്ങോട്ട് അവന് ഗിഫ്റ്റ് വാങ്ങാനായിട്ടുള്ള കട തപ്പിയുള്ള ഓട്ടമായി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ കട റോഡിലൊന്നും തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു നിവൃത്തിയില്ല, എവിടെ നിന്നെങ്കിലും ഒരെണ്ണം വാങ്ങിയിട്ട് പോയേ പറ്റത്തുള്ളൂ. എന്തായാലും വീട്ടിലിരുന്ന് പോസ്റ്റ് അടിച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങിയത്, എന്നാൽ പിന്നെ ഇന്നത്തെ ലക്ഷ്യം അവനുള്ള ഗിഫ്റ്റ് ആയിക്കോട്ടെ. അങ്ങനെ അവനുള്ള ഗിഫ്റ്റും നോക്കി ടൗൺ ആകെ ഒന്ന് കറങ്ങി. ഞാൻ പറഞ്ഞില്ല, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒരൊറ്റ കട തുറന്നിട്ടില്ല. നല്ല ബുദ്ധിമുട്ടാണ് എന്നൊരു ഗിഫ്റ്റ് വാങ്ങിയെടുക്കണമെങ്കിൽ തന്നെ. എന്തായാലും കറങ്ങി കറങ്ങി കുറച്ച് നേരത്തെ കറക്കത്തിന് ശേഷം അവസാനം നമ്മളൊരു കട കണ്ടെത്തി. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ചെറിയ കടയാണ് കേട്ടോ, എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള സാധനം അവിടെ നിന്ന് കിട്ടി. ആദ്യം നമ്മൾ ഇതാട്ടോ എടുത്ത് നോക്കിയപ്പോൾ നല്ല ഡ്രസ്സുണ്ട്, ഒരു യെല്ലോ ബർത്ത്ഡേ കപ്പ്. പിന്നീടാണ് ഓർത്ത് അവന് ടോയ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമാണല്ലോ, അപ്പോൾ പിന്നെ ഒരു ടോയ്സ് കൂടെ എന്തെങ്കിലും ഒരു ടോയ് ചെറുത് അവനെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടെ എടുത്ത് പാക്ക് ചെയ്യാൻ പറഞ്ഞു. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേച്ചി പാക്ക് ചെയ്ത് തന്നു കേട്ടോ. എനിക്കെൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ അതും പാക്ക് ചെയ്ത് വാങ്ങിച്ചു ഞങ്ങൾ അവിടുന്ന് യാത്ര തുടങ്ങി. ഈ യാത്ര ശരിക്കും അടുത്തുള്ള ബജ്ജിക്കടയിലേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കാമെങ്കിൽ കാണാൻ ദൂരെയായിട്ട് ടാർപ്പ് വിരിച്ചൊരു ചെറിയ ബജ്ജിക്കട. അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ വടകൾക്കും ചമ്മന്തിക്കും ഒക്കെ. അങ്ങനെ ഈ യാത്രയുടെയും ലക്ഷ്യം നമ്മൾ സഫലമാക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മളിതാ ചായക്കടയിൽ എത്തിയിരിക്കുകയാണ്. അത് അങ്ങോട്ട് നോക്കൂ, വടകളുടെ കലവറ. അധികമൊന്നുമില്ല കേട്ടോ, 2-3-4 ഐറ്റംസേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഒരുപാട് ടേസ്റ്റോട് കൂടിയാണ് ഇവർ ഈ സാധനം തരുന്നത്. ആ ചൂട് വടയൊക്കെ ഇങ്ങനെ എടുത്ത് നല്ല മുരാന്നിരിക്കും. പരിപ്പുവട എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെന്നപ്പോൾ ആദ്യമേ കൈയിട്ടത് പരിപ്പുവടയിലേക്ക് കേട്ടോ. പിന്നെ ഞാൻ കൂടെ കൊണ്ടുവന്നിട്ട് മറന്നുപോയൊരു സാധനമാണ് എൻ്റെ ഭാര്യ. അവൾക്കും അതേപോലെ ഒരു ചൂട് പരിപ്പുവട എടുത്ത് ഞാൻ കൈ കൊടുത്തു. ഞാനും ഒരെണ്ണം എടുത്തു. പിന്നെ അങ്ങോട്ട് പരിപ്പുവടയുടെ മേളിൽ അക്രമമായിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂടായിരുന്നു കേസ്, എങ്കിലും വിട്ടു കൊടുത്തില്ല. ഒരു ബന്ധമില്ലാത്തതുപോലെ ആ ദൂരം മാറി നിന്ന് ചായയും പരിപ്പുവടയും കഴിക്കുന്നതാണ് എൻ്റെ ഭാര്യ. അങ്ങനെ ഒരുവിധം അവിടുത്തെ കലാപരിപാടികളൊക്കെ ഒതുക്കി ബജ്ജിക്കടയിലും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയായി.